ഇതാ നല്ല ക്രീം പോലെ കിട്ടിയിട്ടുണ്ട്. ഇതാ അര ഗ്ലാസ് ഇട്ടതെങ്കും ഗ്രൈൻഡർ ഫുള്ളായിട്ടുണ്ട്. ഇതാ നമ്മൾ ഇന്ന് സോയാബീൻ ഇഡലി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ഡോക്ടർ രാജേഷ് കുമാർ അവർ പറഞ്ഞതുപോലെ ഉഴുന്നിന് പകരം സോയാബീൻ ചേർത്ത് ഇഡലി ഉണ്ടാക്കിയെങ്കിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇഡലിക്ക് വേണ്ട അരിയും സോയാബീനും കുതിരാനിടാം. ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ദോശയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, ആ പച്ചരി 2 ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇതിനെ കുതിരാനിടാം. ഇതിനെ 2-3 പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെള്ളത്തിലിട്ട് വെക്കാം. ഇത് ഞാൻ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇത് കുതിരാനിടുന്നത്. സോയാബീൻ കുറച്ചധികം സമയം കുതിരണം. ഉഴുന്നിൻ്റെ പോലെ അല്ല, കുറച്ചധികം കുതിരണം, എന്നാലേ അതിനെ അരക്കാൻ പറ്റും. കുറഞ്ഞതൊരു 7-8 മണിക്കൂറെങ്കിലും കുതിരാനിടണം സോയാബീന്. അരിയും അങ്ങനെ തന്നെ 3-4 പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെള്ളത്തിലിട്ട് വെക്കാം. ഇതിപ്പോൾ കഴുകി 2നും നല്ല വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മൂടി വെക്കാം. ഇനി വൈകുന്നേരം 6 മണിയാകുമ്പോൾ അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം 6 മണിയായി. രാവിലെ 10 മണിക്ക് കുതിരാനിട്ടത്. സോയാബീനെല്ലാം നല്ലോണം കുതിർന്നിട്ട് വലുതായിട്ടുണ്ട്. ഇനി നമുക്കിത് അരയ്ക്കാനിടാം. ഞാനിത് ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ അരച്ചെടുക്കാം. ഗ്രൈൻഡറെല്ലാം നല്ലോണം കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇട്ടിട്ട് അരച്ചെടുക്കാം. ഈ സോയാബീൻ കാണുമ്പോൾ നമുക്ക് കുറേ സമയം വേണം ഇത് അരച്ചെടുക്കാനെന്ന് തോന്നും. ഉഴുന്നിനേക്കാൾ പെട്ടെന്ന് ഇത് അരിഞ്ഞ് കിട്ടുന്നു. ഒരു 4-5 പ്രാവശ്യം കറങ്ങുമ്പോൾ തന്നെ ഇത് ഏകദേശം പൊടിയായി കിട്ടി. അങ്ങനെ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്നു സോയാബീന്. നല്ല കുതിർന്നതല്ലേ, അതുകൊണ്ട്. അര ഗ്ലാസ് സോയാബീൻ ഗ്രൈൻഡർ ഫുള്ളായിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. സോയാബീൻ എടുക്കുമ്പോൾ അര ഗ്ലാസ്സിനേക്കാൾ കൂടണ്ട. അര ഗ്ലാസ്സിനേക്കാൾ കുറഞ്ഞാലും പ്രശ്നമില്ല, കൂടി പോവണ്ട, അത്രയും മതിയാണ്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി തരിയായിട്ട് അരച്ചാൽ മതി, ഇഡലിക്കൊക്കെ അരയ്ക്കുന്ന പോലെ. കുറച്ച് തരിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മിക്സാക്കി വെക്കാം. സോയാബീൻ നല്ല പതഞ്ഞ് വന്ന പോലെ ആയിട്ടുണ്ട്. ഇത് രണ്ട് മിക്സാക്കി വെക്കാം. ഞാനിവിടെ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് അറിയുന്നില്ലല്ലോ, ഇത് പൊങ്ങി മറിഞ്ഞാലോ രാവിലെ ആകുമ്പോൾ. അങ്ങനെ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ കാണാം. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ നല്ലോണം പൊങ്ങിട്ടെല്ലാം ഉണ്ട്. അങ്ങനെ പാത്രം ഫുള്ളൊന്നും ആയിട്ടില്ല, ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. ഇതൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. 2 ചേർത്തിട്ട് ഇപ്പോൾ ഉപ്പിട്ടിട്ട് മിക്സാക്കാം. ഇനി ഇഡലി ഉണ്ടാക്കിയെടുക്കാം. ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. തട്ടിലേക്ക് കുറച്ച് എണ്ണ തടവി ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന പോലെ. മാവെല്ലാം ഇഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി മൂടി വെക്കാം. സാധാരണ ഇഡലി വേവുന്നില്ല, അത്രയും സമയം വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഇഡലിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സോയാബീനിൻ്റെ ചെറിയൊരു മണമുണ്ട്. വേവുമ്പോൾ തന്നെ ചെറിയൊരു മണമുണ്ട്. അങ്ങനെ അധികം മണമൊന്നും വരുന്നില്ല, സോയാബീനിൻ്റെ ചെറിയൊരു മണം. നമ്മൾ സാമ്പാർ ചട്നിയിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ അറിയൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. ഇനി സാമ്പാർ ഇട്ടിട്ട് കൊടുത്തു നോക്കാം, എന്ത് പറയുന്നു നോക്കാം. സോയാബീനിൻ്റെ മണം ഉണ്ടോ, എന്ത് സംഗതി എന്ന് കേട്ട് നോക്കാം. കൂട്ടുകാരെ നോക്കും, നമ്മളിന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് വെച്ചാൽ അറിയും ഉഴുന്ന് പരിപ്പിട്ടിട്ടാണ്. പക്ഷെ ഇന്ന് നമ്മളിട്ടത് സോയാബീനാണ്. അത് നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു, ഡോക്ടർ രാജേഷ് കുമാർ അവർ പറഞ്ഞ പ്രകാരം ചെയ്ത ഇഡ്ഡലിയാണ്. നല്ല പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു സോയാബീൻ. അങ്ങനെ ഇത് ഉണ്ടാക്കിയതാണ്. ഇതൊന്ന് നോക്കാം. എന്നുവെച്ചാൽ ഉഴുന്നിട്ടത് അത് വേറെ ടേസ്റ്റ്, ഇത് സോയാബീൻ ഇട്ടത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ്. മണമുണ്ടോ സോയാബീനിൻ്റെ? കുറച്ചുണ്ട്.
സോയാബീൻ ഇടുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കൂട്ടുകാരൻ.